നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. വിശിഷ്ടന്മാരായ ആളുകളോട് യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ഈ രീതിയിലുള്ളതായ ആചാരം, ഈ രീതിയിലുള്ളതായ അനുഷ്ഠാനം ഏറ്റവും ശ്രേയസ്കരമാണ് എന്ന് അല്ലയോ ഭീഷ്മ, നീ മനസ്സിലാക്കിക്കോ. നീ ചെയ്തത് നന്നായി. നീ നിന്റെ ഗുരുവിനോടാണ് യുദ്ധം ചെയ്യുന്നത്. ആരോട്? മഹാദേവൻ്റെ, സാക്ഷാൽ കൈലാസനാഥൻ്റെ ശിഷ്യനായ പരശുരാമനോട്. അങ്ങനെയുള്ള നിന്നെക്കാളും ഉയർന്ന പദവിയിൽ, ഗുരു എന്നുള്ള നിലയിൽ ഏറ്റവും ഉയർന്ന പദവിയാണ്, അവിടെ നിൽക്കുന്ന എന്നോട് യുദ്ധം ചെയ്യാൻ ഉള്ള ബാധ്യത നിന്നിൽ വന്നു ചേർന്നു. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന നീ പ്രവർത്തിക്കേണ്ടത് ഇത് തന്നെയാണ്. നീ അത് ധർമ്മത്തിന് ലോപം വരാതെ ഭംഗിയായിട്ട് നിറവേറ്റിയും കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. നീ ഇങ്ങനെ ചെയ്തത് യുക്തമാണ്. നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലോ? നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ശപേയം ത്വം ന ചേദേവം ആഗച്ഛേഥ വിശാംബതേ. അല്ലയോ രാജാവേ, നീ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ പ്രകാരത്തിൽ എൻ്റെ മുന്നിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിക്കുമായിരുന്നു, ശാപം കൊണ്ട് നിന്നെ ഭസ്മീകരിക്കുമായിരുന്നു. പക്ഷേ നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കും. ധർമ്മത്തിൻ്റെ കവചം നിനക്കുണ്ട്. ഗുരു എന്നുള്ള നിലയിൽ ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ്. ആ നിലയിൽ ഞാൻ സന്തുഷ്ടനാണ്. അല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, യുദ്ധ്യസ്വ ത്വം രണേ യത്തോ ധൈര്യം ആലംബ്യ കൗരവ. അല്ലയോ കൗരവ, ഗുരുവംശത്തിൽ പിറന്നവനെ, നീ ധൈര്യത്തോടു കൂടിയിട്ട്, തൻ്റെ ഇടത്തോടു കൂടിയിട്ട് ഈ പടക്കളത്തിൽ നിന്നുകൊണ്ട് എന്നോട് യുദ്ധം ചെയ്താലും, മുഴുവൻ ശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്താലും അത് ഞാൻ നിന്നോട് നിർദ്ദേശിക്കുന്നു. പക്ഷേ നതുതേ ജയമാശാസേ, നിനക്ക് വിജയം വരട്ടെ എന്ന് ഞാൻ ഒരിക്കലും ആശംസിക്കില്ല. നീ ജയമാണല്ലോ, ജയം ആശാസ്വ എന്നാണല്ലോ ആവശ്യപ്പെട്ടത്. ഞാൻ നിനക്ക് ഒരിക്കലും ജയം ആശംസിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ത്വാം വിജേതും അഹം സ്ഥിതഃ, നിന്നെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാനാണ് നിന്നോട് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയുള്ള എനിക്ക് നീ ജയിക്കട്ടെ എന്ന് പറയാൻ പാടില്ല. അതനുചിതമാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ ജയം ആശംസിക്കുകയില്ല. നിന്നോട് ഞാൻ ഇത്രയും പറയും, ഗച്ഛ യുദ്ധ്യസ്വധർമ്മേണ പ്രീതോസ്മി ചരിതേനതേ. അല്ലയോ കുഞ്ഞെ, നീ മടങ്ങിപ്പോവുക. ആ തേരിലേറിക്കൊള്ളുക. വില്ലും അമ്പും ആയുധങ്ങളും എല്ലാം ധരിച്ചുകൊള്ളുക, പടച്ചാട്ട ധരിച്ചുകൊള്ളുക. എന്നിട്ട് ആ തേരിൽ നിന്നുകൊണ്ട് നിന്റെ മുഴുവൻ കഴിവ് ഉപയോഗിച്ചിട്ട് നീ എന്നോട് യുദ്ധം ചെയ്തു കൊള്ളുക. ഞാൻ നിന്നിൽ പ്രീതനാണ്. പ്രീതോസ്മി ചരിതേനത്തെ. നിന്റെ ഈ പ്രവൃത്തി മൂലം, നിന്റെ ഈ സ്വഭാവ ഗുണം മൂലം ഞാൻ അങ്ങേയറ്റം നിന്നിൽ സംപ്രീതനാണ്. അതുമാത്രമേ ഞാൻ പറയൂ. നിനക്ക് ജയം ആശംസിക്കില്ല. അതിനാൽ നീ യുദ്ധം ചെയ്തു കൊള്ളുക. ഇങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ തതോഹം തം നമസ്കൃത്യ രഥമാരുഹ്യ സത്വരഃ, ഞാൻ അദ്ദേഹത്തെ ദണ്ഡനമസ്കാരം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്തിട്ട് തിരിച്ച് വളരെ വേഗത്തിൽ വന്ന് ഞാൻ എൻ്റെ തേരിൽ കയറി. ആ തേരിൽ
നിന്ന് പടച്ചട്ടയണിഞ്ഞ് ആയുധമെല്ലാം എടുത്തിട്ട് പ്രാത്മാഭയം രണേ ശംഖം പുനർഹേമപരിഷ്കൃതം, ശംഖം എടുത്തു. യുദ്ധം ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ ആ ധ്വാനം മുഴക്കാൻ വേണ്ടിയിട്ട് സ്വർണം പൊതിഞ്ഞതായ, സ്വർണത്താൽ സമലങ്കൃതമായിരിക്കുന്ന എൻ്റെ ശംഖെടുത്തിട്ട് ഉറക്കെ ഞാൻ ശബ്ദിപ്പിച്ചു. അതോടുകൂടി യുദ്ധം ആരംഭിച്ചു. തതോ യുദ്ധം സമഭവത് മമ തസ്യ ച ഭാരത. അല്ലയോ ദുര്യോധന, ഭീഷ്മൻ തന്നെ ദുര്യോധനെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണല്ലോ നാം കേൾക്കുന്ന ഈ അംബോപാഖ്യാനം. മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ, യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ളതായ പർവം, ഉദ്യോഗപർവത്തിൽ നാം കേൾക്കുന്നതാണ് ഈ അംബോപാഖ്യാനം. അതാണ് അല്ലയോ ഭാരത, അല്ലയോ ദുര്യോധന, തതോ യുദ്ധം സമഭവത് മമ തസ്യ ച, ഞാനും അദ്ദേഹവും തമ്മിൽ. അതോടുകൂടിയിട്ട് യുദ്ധം ആരംഭിച്ചു. ദിവസാൻ സുബഹൂൻ രാജൻ പരസ്പര ജിഗീഷയ. ഞങ്ങൾ അനേകം ദിവസങ്ങൾ യുദ്ധം ചെയ്തു. 23 ദിവസം യുദ്ധം ചെയ്തു. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് യുദ്ധം ആരംഭിക്കും. സൂര്യൻ അസ്തമിച്ചാൽ യുദ്ധം നിർത്തും. എന്നിട്ട് വിശ്രമിക്കും. വീണ്ടും അടുത്ത ദിവസം യുദ്ധം. അങ്ങനെ 23 ദിവസം യുദ്ധം ചെയ്തു. രണ്ടുപേരും ജയിച്ചില്ല, രണ്ടുപേരും പരാജയപ്പെട്ടുമില്ല. രണ്ടുപേരും ദിവ്യാസ്ത്രങ്ങളെല്ലാം കൈവശമുള്ളവർ. ആ ദിവ്യാസ്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചു അന്യോന്യം പരാജയപ്പെടുത്താൻ വേണ്ടി. ആ ദിവ്യാസ്ത്രങ്ങൾക്കെല്ലാം മറുമരുന്ന് പ്രത്യസ്ത്രം തൊടുത്ത് ആ ദിവ്യാസ്ത്രങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് രണ്ടുപേരും മുന്നേറി. ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന യുദ്ധമായിരുന്നു അന്ന് കുരുക്ഷേത്രത്തിൽ നടന്നത്. അതിന് സമാനമായൊരു യുദ്ധം നമുക്ക് ഭാവനയിൽ പോലും കണ്ടെത്താൻ സാധ്യമേയല്ല. അങ്ങനെയുള്ള ഘോരമായ യുദ്ധം ആരംഭിച്ചു. ആ അവസരത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആചാര്യതാ മാനിതാമേ നിർമര്യാദേഹ്യവിത്വയി. ആചാര്യൻ എന്നുള്ള നിലയിൽ, അല്ലയോ പരശുരാമ, ഞാൻ എല്ലാ പ്രകാരത്തിലും അങ്ങയെ ആദരിച്ചു. പക്ഷേ അങ്ങ് മര്യാദ വിട്ടിട്ടാണ് എന്നോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തത്. എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ഈ കുരുക്ഷേത്രത്തിൽ സർവ്വ ആയുധസന്നാഹങ്ങളോടുകൂടിയും നിൽക്കുന്നത്. അങ്ങയുടെ പക്ഷത്ത് മര്യാദകേടുണ്ട്, ധർമ്മം അങ്ങ് ലംഘിച്ചിരിക്കുന്നു. ഞാൻ ആചാര്യനെന്നുള്ള നിലയിൽ ഗുരുത്വം ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് അങ്ങയോട് യുദ്ധം ചെയ്യുന്നത് പോലും. അത് ധർമ്മത്തെ, എൻ്റെ ധർമ്മത്തെ, ക്ഷത്രിയ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആണ് എന്നും അങ്ങ് ഓർത്തുകൊള്ളുക. ഞാൻ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ഏതേ വേദാ ശരീരസ്ഥ ബ്രാഹ്മണ്യം യച്ചതേ മഹത് തപശ്ചതേ മഹത്തപ്തം നതേഭ്യ പ്രഹരാമ്യഹം. ഞാൻ എൻ്റെ ആയുധങ്ങൾ കൊണ്ട് കടന്നാക്രമിക്കുന്നത് അങ്ങയിലുള്ള നന്മകളെയല്ല. 4 വേദങ്ങളും അങ്ങയിൽ കുടികൊള്ളുന്നു. ആ വേദങ്ങളെ ഞാൻ എൻ്റെ ആയുധങ്ങൾ കൊണ്ട് പ്രഹരിക്കുന്നില്ല. അങ്ങ് ജമദഗ്നി മഹർഷിയുടെ മകനാണ്, ഭൃഗുവംശത്തിന് അലങ്കാരമാണ്. ആ പവിത്രമായിരിക്കുന്ന കുലത്തെയും ആ കുലം സംരക്ഷിച്ചു പോകുന്ന ആ ബ്രഹ്മജ്ഞാനത്തിൻ്റെ വിശിഷ്ടതയെയും ഞാൻ ഇപ്പോഴും ഈ യുദ്ധം ചെയ്യുമ്പോഴും ആദരിക്കുന്നു. അതിൻ്റെ നേരെ ഞാൻ ആയുധം പ്രയോഗിക്കില്ല. എന്ന് മാത്രമല്ല, അങ്ങ് തപശ്ചതേ മഹത്തപ്തം, അങ്ങ് അതികഠിനമായ തപസ് ചെയ്തിട്ടുണ്ട്. ആ തപോബലം അങ്ങയിലുണ്ട്. ആ തപോബലം എനിക്ക് ആരാധനീയമാണ്. അങ്ങയിൽ ഉള്ളതായ ആ തപോബലത്തെയും ഞാൻ പ്രഹരിക്കുകയില്ല. നതേഭ്യ പ്രഹരാമ്യഹം, അവയിൽ ഞാൻ ഒരിക്കലും ആയുധം പ്രയോഗിക്കുകയില്ല. പിന്നെ ഞാൻ ഏതിനു നേരെയാണ് ആയുധം പ്രയോഗിക്കുന്നത് എന്നങ്ങ് കേട്ടുകൊള്ളൂ. പ്രഹരേ ക്ഷത്രധർമ്മസ്യ യം രാമ ത്വം സമാശ്രിത. അല്ലയോ രാമ, അങ്ങിപ്പോൾ ക്ഷത്രിയധർമ്മത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്, അതിനെയാണ് ഞാൻ പ്രഹരിക്കുന്നത്, അതിനെയാണ് ഞാൻ
സംഹരിക്കാനായി പുറപ്പെടുന്നത്. ക്ഷത്രിയന് യുദ്ധം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ മണ്ഡലത്തിൽ തന്നെ നിൽക്കുന്നു. അങ്ങ് മഹാതപസ്വി ബ്രാഹ്മണൻ, അങ്ങ് ആയുധമെടുത്ത് ഇങ്ങനെ ഒരു ക്ഷത്രിയനോട് പോരാടാനുള്ളവനല്ല. അങ്ങയുടെ തപസ്, വേദപാഠം തുടങ്ങിയതായ ബ്രാഹ്മണധർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് ക്ഷത്രിയനെപ്പോലെ വില്ലെടുത്ത് പടക്കളത്തിലിറങ്ങി. അങ്ങനെ അങ്ങ് ക്ഷത്രധർമ്മം സ്വീകരിച്ചു. ഇപ്പോൾ അങ്ങ് ക്ഷത്രിയനാണ്. അങ്ങിപ്പോൾ സ്വീകരിച്ച് നിലനിർത്തിയിരിക്കുന്ന ആ ക്ഷത്രധർമ്മത്തെയാണ് ഞാൻ എൻ്റെ ആയുധങ്ങൾ കൊണ്ട് പ്രഹരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുക. ആരാണോ, ഏതൊരു ബ്രാഹ്മണനാണോ ആയുധവുമെടുത്ത് പടക്കളത്തിലിറങ്ങുന്നത്, അവനെ ക്ഷത്രിയനെപ്പോലെ കണക്കാക്കി അവനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സംഹരിക്കുക തന്നെ വേണം എന്ന് ശാസ്ത്രങ്ങൾ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലയോ രാമ, പശ്യമേ ധനുഷോ വീര്യം പശ്യ ബാഹോർബലം മമ, എൻ്റെ വില്ലിൻ്റെ കരുത്തങ്ങ് മനസ്സിലാക്കിക്കൊള്ളൂ, എൻ്റെ കരങ്ങളുടെ ബലം അങ്ങ് മനസ്സിലാക്കിക്കൊള്ളൂ. ഇതാ അങ്ങ് നോക്കിക്കൊള്ളൂ, അങ്ങയുടെ ഈ വില്ലുണ്ടല്ലോ, യേശതേ കാർമുകവീര ജിനദ്മി നിശ്ചിതേഷുണ, എൻ്റെ കയ്യിലിരിക്കുന്ന അത്യധികം കൂർത്തുമൂർത്തതായ ഇഷുകൊണ്ട്, അമ്പുകൊണ്ട് അങ്ങയുടെ വില്ലിനെ ഞാനിതാ പറഞ്ഞുകൊണ്ട് മുറിച്ചെറിയാൻ പോകുന്നുണ്ട്. ഭീഷ്മൻ പരശുരാമനെ വെല്ലുവിളിക്കുകയാണ്. അടുത്ത നിമിഷം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പരശുരാമൻ്റെ കയ്യിലിരുന്ന ആ വലിയ പടവില്ലിൻ്റെ തലപ്പ് മുറിച്ചെറിഞ്ഞു. ആ വില്ലിലെ ഞാണ് ഉടനെ തന്നെ പരിപൂർണമായിട്ടും തകർന്ന് നിലത്തേക്കും വീണു. പറഞ്ഞുകൊണ്ട് ഭീഷ്മൻ തൻ്റെ കരുത്ത് കാണിച്ചു. തുടർന്ന് 23 ദിവസത്തെ യുദ്ധം, അതെല്ലാം വളരെ വിശദമായിട്ട് തുടർന്നുള്ള അനേകം സർഗങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാം. യുദ്ധതന്ത്രങ്ങൾ, ഭാരതത്തിൻ്റെ യുദ്ധതന്ത്രങ്ങൾ, ഭാരതത്തിൻ്റെ യുദ്ധക്രമങ്ങൾ, ഭാരതത്തിൻ്റെ അഭ്യാസക്രമങ്ങൾ, ഭാരതത്തിൻ്റെ ദിവ്യായുധ സങ്കല്പങ്ങൾ ഇത്യാദികളെല്ലാം അവിടെ വളരെ വിശദമായിട്ട് വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. മഹാദേവൻ്റെ ശിഷ്യനായ പരശുരാമനും പരശുരാമൻ്റെ ശിഷ്യനായ ഭീഷ്മനും അവർ തമ്മിലുള്ളതായ ആ പടയിൽ യുദ്ധത്തിൻ്റെ എല്ലാ വൈഭവങ്ങളും ഭംഗിയായിട്ട് ദൃശ്യമായി തീരുന്നത് കുറേയേറെ സർഗങ്ങളിലായിട്ട് നമുക്ക് കാണാം. 23-ാം ദിവസം രാത്രി ഭീഷ്മൻ താൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഗുരുക്കന്മാരെയും ദേവന്മാരെയും അതേപോലെ തന്നെ എല്ലാ ഋഷിസത്തമന്മാരെയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ അഭ്യർത്ഥിച്ചു തൻ്റെ മനസ്സുകൊണ്ട്, എനിക്ക് പരശുരാമനെ ഇതുവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ പരിണതി നിർണയിക്കാനുമാവില്ല. ഞാൻ ജയിക്കണം എന്ന് അല്ലയോ ഗുരുവര്യന്മാരെ, അല്ലയോ ദേവതമാരെ, അല്ലയോ കാരണവന്മാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ഈ രാത്രിയിൽ ദർശനം തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് ദർശനം ലഭിച്ചു. പരശുരാമനെ ജയിക്കാനുള്ളതായ ആയുധവും അദ്ദേഹത്തിന് ആ ഗുരുക്കന്മാരിൽ നിന്നിട്ട്, ആ ദേവന്മാരിൽ നിന്നിട്ട്, ആ കാരണവന്മാരിൽ നിന്നിട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വിജയത്തിലേക്ക് പരശുരാമൻ അടുത്ത ദിവസം നടന്നു കയറുന്നത് നമ്മൾ നേരിട്ട് കാണും. നാളെ ശനിയാഴ്ചയാണ്. നാളെ ഒരു പ്രത്യേക പരിപാടിയുണ്ട് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടെ ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നു. രാമായണ മേളയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക്, കലാമത്സര വിജയികൾക്ക് സമ്മാനം നൽകുക, പുസ്തക പ്രകാശനം തുടങ്ങിയതായ അനേകം കാര്യങ്ങൾ. അതുകൊണ്ട് നാളെ രാത്രി 8:30 ക്ലാസ് ഉണ്ടാവില്ല. മറ്റന്നാൾ ഞായറാഴ്ച രാത്രി 8:30 നമുക്കെല്ലാവർക്കും ഇതേപോലെ ഒരുമിച്ച് കൂടാം. നമുക്ക് വ്യാസഭഗവാൻ പകർന്നു തരുന്ന ധർമ്മത്തിൻ്റെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ മണ്ഡലങ്ങളെ
നേരിട്ട് പരിചയിക്കാം. ദൈവീ സമ്പത്തിൻ്റെ അർത്ഥവ്യാപ്തിയും ഗഹനതയും നമുക്ക് പരിചയിക്കാം. അതിന് നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നമുക്ക് ഈ പവിത്രമായിരിക്കുന്ന മഹാഗ്രന്ഥം പകർന്നു തന്ന ഭഗവാൻ വേദവ്യാസൻ്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.